ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ഇൻ പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചായ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റൈൽ മസാല ചായ. അതിനു മുൻപ് നമുക്കെല്ലാവർക്കും ചായയുടെ ചരിത്രം കേട്ടാലോ? എങ്കിൽ വായോ. ഉറക്കമുണർന്നതിന് ശേഷം മലയാളികൾക്ക് ചൂട് ചായയും പത്രവും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇതില്ലാത്ത ദിവസത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പ്രയാസം. തേയില തിളപ്പിച്ചുണ്ടാക്കുന്ന പാനീയമാണ് ചായ. അതിനാൽ ചായയില എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തേയിലയുടെ ശാസ്ത്രീയ നാമം കാമലിയ സിൻസിസ് എന്നാണ്. ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് ആദ്യമായി തിരിച്ചറിഞ്ഞത് ചൈനക്കാരായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ വഴി വിശ്വപ്രസിദ്ധമായി. BC 2737 രാജാവ് ഷിങ്നുങ് ചൈനയിൽ രാജഭരണം നടത്തുന്ന കാലത്ത് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി. അദ്ദേഹത്തിൻ്റെ സേവകൻ ചൂടുവെള്ളം തിളപ്പിക്കുന്നതിനിടയിൽ പറന്നു വന്ന ചില ഇലകൾ അതിൽ വീണിരുന്നു. രാജാവ് ആ പാനീയത്തിൻ്റെ നിറവും രുചിയും ആസ്വദിക്കുകയുണ്ടായി. ഇത് സേവകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. രാജാവ് ഒരു ഔഷധ വിദഗ്ധൻ കൂടിയായിരുന്നു. അതിനാൽ ആ സസ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അങ്ങനെ ചില വിഷാംശം പ്രതിരോധിക്കാനുള്ള ശക്തി ഈ ഇലയ്ക്കുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. ആ ചെടിയുടെ പേരാണ് കാമലിയ സിൻസിസ് അഥവാ നമ്മുടെ സ്വന്തം ചായ. അങ്ങനെ ഇന്ന് ലോകമെമ്പാടും ആരാധകരുള്ള ചായയുടെ ചരിത്രത്തിൽ വഴിത്തിരിവുണ്ടായി. ഇതാണ് ചായയുടെ ചരിത്രം. നമുക്കിനി മസാല ചായ ഉണ്ടാക്കാം. അതിനു വേണ്ട ചേരുവകൾ: ഒരു ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് പാൽ, 2-3 കുരുമുളക്, ഒരു തക്കോലം, 2 ഏലക്ക, ചെറിയ പീസ് പട്ട, ചെറിയ പീസ് ഇഞ്ചി, 2-3 ഗ്രാമ്പു, പിന്നെ പഞ്ചസാരയും ചായപ്പൊടിയും വേണം. സ്റ്റൗ ഓണാക്കിയ ശേഷം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാറ്റിവെച്ചിരിക്കുന്ന ഇഞ്ചി, കറുവപ്പട്ട, തക്കോലം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു ഇവയെല്ലാം പൊടിക്കാം. പൊടിച്ച ശേഷം ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവ 2-3 മിനിറ്റ് തിളപ്പിക്കുക. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങളുടെ കടുപ്പത്തിന് ആവശ്യമായ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3/4 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് നിറം വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അര ഗ്ലാസ് പാൽ ഒഴിക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളത്തിന് അര ഗ്ലാസ് പാൽ എന്ന വിധത്തിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ചായ പാകമായതിന് ശേഷം അതിനെ ഗ്ലാസ്സിലേക്ക് പകരാം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായ പാകമായതിന് ശേഷം അതിനെ ഗ്ലാസ്സിലേക്ക് പകരുക.
ചായയ്ക്ക് നല്ല കടികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം. നല്ല രുചിയുള്ള പാനീയമാണ് ചായ. നല്ല തലവേദനയ്ക്ക് ഈ മസാല ചായ ആശ്വാസം നൽകുന്നതായിരിക്കും. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കുക. എൻ്റെ വീഡിയോയിലുള്ള പോരായ്മകൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.